തൊഴിലുറപ്പ് തകർക്കുന്ന അധികാരികളുടെ സമീപനം തിരുത്തുക, മിനിമം കൂലി 600 രൂപയാക്കുക, പ്രതിവർഷ തൊഴിൽ ദിനങ്ങൾ 200 ദിവസമാക്കുക, ജോലി സമയം 9 മുതൽ 4 വരെയാക്കി നിശ്ചയിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ ധർണയ്ക്കെതിരെ പ്രതികരിച്ച് വളാഞ്ചേരി നഗരസഭ മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ തൊഴിലുറപ്പ് തൊഴിലാളി സംഘടനയിലെ ആളുകൾ ചുരുങ്ങിയ വേതനത്തിൽ നിന്നും നിശ്ചിത ശതമാനം ഓരോ മാസവും മാസപ്പടി പിടിച്ചെടുക്കുന്നതിന് പ്രത്യുപകാരമായാണ് സമരം നടത്തിയതെന്നും നഗരസഭ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കുന്നു എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താനാണ് ധർണയ്ക്ക് നേതൃത്വം നൽകിയവർ ശ്രമിച്ചതെന്നും തൊഴിലാളികളുടെ കൂടെ ആത്മാർത്ഥമായി നിൽക്കുന്ന പക്ഷം സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തി ഉത്തരവിറക്കാനാണ് സമരം വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തൊഴിലുറപ്പ് തൊഴിലാളി സംഘടനയിലെ ചില ആളുകൾ ഈ ചുരുങ്ങിയ വേതനത്തിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന ആളുകൾക്ക് നിശ്ചിത ശതമാനം രീതിയിൽ തന്നെ ഓരോ മാസവും പിരിച്ചെടുക്കുന്ന ആളുകൾക്ക് അത് തിരിച്ചെടുക്കുന്നതിന് പ്രത്യുപകാരമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സമരം. അല്ലെങ്കിൽ ഇവർക്ക് ആത്മാർത്ഥമായിട്ടാണ് ഇവർക്ക് വേതനം നൽകണം എന്നുണ്ടെങ്കിൽ സർക്കാർ തലത്തിൽ ഉത്തരവിറക്കാനുള്ളൊരു ശ്രമമാണ് ഇവരുടെ സംഘടന തീർച്ചയായിട്ടും നടത്തേണ്ടിയിരുന്നത്. ഇത് നഗരസഭ ഇവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുന്നു എന്നുള്ള രീതിയിൽ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്താൻ മാത്രമേ ഇത്തരം സമരങ്ങൾ ഉപകരിക്കുള്ളൂ. കേരള സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം നിലവിൽ തൊഴിലാളികൾക്ക് വേതനമായി നൽകുന്നത് 333 രൂപയാണ്. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ 33 ഡിവിഷനുകളിൽ നിന്നും 300-ൽ പരം തൊഴിലാളികൾ പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്നും ഇത് സംബന്ധിച്ചുള്ള വേതനം നൽകുന്നതിനുള്ള തുക ലഭിക്കാത്ത സാഹചര്യത്തിൽ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നും 42,26,370 രൂപ തുക നൽകുന്നതിനു വേണ്ടിയുള്ള തീരുമാനങ്ങൾ നഗരസഭാ കൗൺസിൽ എടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ BVoc ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. NIPMS അക്കാഡമി, നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി. ഫോർ അഡ്മിഷൻ 9957 08048.